ഇന്ത്യയുടെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു ചുമതലയായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സർവകലാശാലകളിലും കലാലയങ്ങളിലും സ്വാതന്ത്ര്യ ദിനമാണ് സമുചിതമായ നിലയിൽ ആഘോഷിക്കേണ്ടത്. സന്നദ്ധ സംഘടനകളും കലാലയ സമൂഹങ്ങളും സർവകലാശാലകളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട സമുജ്വല മുദ്രാവാക്യങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട പരിപാടികളാണ് സംഘടിപ്പിക്കേണ്ടത്. സമാധാനപരമായ സഹവർത്തിത്വത്തിലാണ് ഊന്നൽ നൽകേണ്ടത്. മാനവികമായ സാഹോദര്യത്തിലാണ് ഊന്നൽ നൽകേണ്ടത്. മറിച്ച് സാമുദായികമായ സ്പർദ്ധയും വർഗീയമായ വൈരാഗ്യവും പരത്തുന്ന നിലയിലുള്ള നിലപാടുകൾ ഒരിക്കലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അനുയോജ്യമായ കാര്യമല്ല എന്ന് ഏവരെയും ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതല്ല ഇത്ര നേരം വിശദീകരിച്ചത്. സ്വാതന്ത്ര്യത്തിൻ്റെ തലേന്ന് വിഭജന ഭീകരതാ ദിനമായിട്ട് ആചരിക്കാനുള്ള ഗവർണറുടെ ആഹ്വാനം, ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ആഹ്വാനം അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ ക്യാമ്പസുകൾ, നമ്മുടെ സർവകലാശാലകൾ ഉന്നതമായ മാനവികതാ മൂല്യങ്ങളുടെയും മതേതര സൗഹാർദ്ദങ്ങളുടെയും ഒക്കെ ഇടമായിട്ട് തുടരുന്ന പ്രദേശങ്ങളാണ്, സ്ഥലങ്ങളാണ്. അവിടങ്ങളിലേക്കൊക്കെ വിഷലിപ്തമായ വർഗീയതയുടെയും ഭിന്നിപ്പിൻ്റെയും വിത്തുകൾ വിതയ്ക്കുന്ന തരത്തിലുള്ള ആശയങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒട്ടും ഗുണകരമല്ല. നാനാത്വത്തിൽ ഏകത്വം എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്. വൈവിധ്യപൂർണമായ നമ്മുടെ പാരമ്പര്യമാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റായിട്ടുള്ളത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്തായ അതിൻ്റെ നാനാത്വം, അതിൻ്റെ സമൃദ്ധമായ വൈജാത്യങ്ങൾ അത് നിലനിന്നു പോകുകയും പരസ്പരം സൗഹാർദ്ദപരമായ സമാധാനപരമായ സഹവർത്തിത്വത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സ്ഥിതിയും ഉണ്ടാകണം. നമ്മുടെ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും മനസ്സിൽ സാമുദായിക സ്പർദ്ധ പടർത്തുന്ന നിലയിലും വർഗീയ വൈരാഗ്യം പടർത്തുന്ന നിലയിലുമുള്ള ആഹ്വാനങ്ങൾ തള്ളിക്കളയണം എന്നാണ് കലാലയ സമൂഹങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. RSSന് സ്വാതന്ത്ര്യ ദിനത്തോട് ഒരു കാലത്തും അഭിനിവേശമുണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തോട് തന്നെ അവർ വളരെ പ്രതിലോമകരമായി പ്രതികരിച്ചിട്ടുള്ള കൂട്ടരാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനോട് വിനീത വിധേയത്വം പുലർത്തിയിരുന്ന വിഭാഗങ്ങളാണ് RSS. സംഘപരിവാര ശക്തികളുടെ ഒരു സമീപനം തന്നെ ആ നിലയിലാണ്. എക്കാലത്തും ഇങ്ങനെയുള്ള സാമ്രാജ്യത്വ ശക്തികളോട് വിനീത വിധേയത്വം പുലർത്തുന്ന ശീലമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ കൊണ്ടാടുന്ന കാര്യത്തിൽ അവർക്ക് വേണ്ടത്ര താല്പര്യമുണ്ടാകാൻ വഴിയില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, സംഘപരിവാര ശക്തികളോടുള്ള വിധേയത്വം തെളിയിച്ചുകൊണ്ട് RSSനോടുള്ള അഫിനിറ്റീസിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനലബ്ധിക്കു വേണ്ടി പരിശ്രമിച്ച് അത് നേടിയെടുത്ത ചില കൂട്ടർ ഇവിടെ ഉണ്ടായിരിക്കും. ചാൻസലറാൽ നിയോഗിതരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരായിട്ടുള്ള സർവകലാശാലകളുടെ താക്കോൽ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട വ്യക്തികൾ ഒരുപക്ഷെ അത്തരത്തിലുള്ള പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുമായിരിക്കും. പക്ഷേ നമ്മുടെ അധ്യാപകരും വിദ്യാർത്ഥികളും ജനാധിപത്യ ബോധവും മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട ഉന്നതമായ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കാൻ തയ്യാറാകണം എന്നാണ് പറയാനുള്ളത്. വ്യാപകമായിട്ട് വോട്ട് ക്രമക്കേട് നടത്തിയിരിക്കുകയാണ്. ഏത് കുമാർഗം ഉപയോഗിച്ചും, എത്ര മോശപ്പെട്ട മാർഗങ്ങൾ ഉപയോഗിച്ചും അധികാരത്തിൽ എത്തിപ്പെടാൻ പരമാവധി ശ്രമം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ
RSSും BJPയും സംഘപരിവാര ശക്തികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് എന്ത് കപടമായിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിക്കാനും മടിയില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ തൃശ്ശൂരിലെ പള്ളികളിലൊക്കെ നിരന്തരം നടന്നുകൊണ്ടിരുന്ന അന്നത്തെ സ്ഥാനാർത്ഥി പള്ളികളിൽ കയറി ഇറങ്ങുകയും കുരുത്തോല പിടിച്ച് പ്രദക്ഷിണം വയ്ക്കുകയും മാതാവിന് കിരീടം വച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത ഇവിടെ വിജയിച്ച MP കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോഴും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ ക്രൈസ്തവ ജനത വേട്ടയാടപ്പെടുമ്പോഴും ഒരക്ഷരം മിണ്ടാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം കാണുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. യാതൊരു വിധത്തിൽ നേരും നെറിയുമില്ലാത്ത സമീപനമാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്ന് ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ LDF പൂങ്കുന്നത്തെ ഒരു ഫ്ലാറ്റിൽ ധാരാളം വോട്ടുകൾ കള്ള വോട്ടുകളായിട്ട് ചേർക്കപ്പെടുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത് ആ സന്ദർഭത്തിൽ കണ്ടെത്തിയ കാരണം ആ വോട്ടുകൾ നീക്കം ചെയ്യാൻ സാധിച്ചു. പക്ഷേ ആ സന്ദർഭത്തിൽ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരുപാട് വോട്ടുകൾ വ്യാജമായ നിലയിൽ നമ്മുടെ വോട്ടർ പട്ടികയിൽ ഉണ്ടായി എന്ന് ഇന്ന് തെളിവ് സഹിതം വെളിപ്പെടുകയാണ്. ചില ഫ്ലാറ്റുകളിലൊക്കെ ഉടമസ്ഥർ അറിയാതെ ആ മേൽവിലാസത്തിൽ വോട്ട് ചേർക്കപ്പെടുകയാണ്. വിജയിച്ച MPയുടെ സഹോദരനും ഭാര്യയും ഇരട്ട വോട്ടിൻ്റെ ഉടമസ്ഥരാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. വിജയിച്ച MPയുടെ കുടുംബാംഗങ്ങൾ തന്നെ ഇവിടെ സ്ഥിരതാമസമല്ലാത്ത ആളുകൾ, താൽക്കാലിക താമസത്തിന് വന്ന ആളുകൾ ഇവിടെ വോട്ട് ചേർത്തിരിക്കുകയാണ്. പല രീതിയിലുള്ള കപടതന്ത്രങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നു എന്ന് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാനുള്ള ജനാധിപത്യ വ്യവസ്ഥയോടുള്ള കമ്മിറ്റ്മെൻറ്റ് ആ MP പ്രദർശിപ്പിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അദ്ദേഹത്തെ കാണാനില്ല എന്നല്ലേ ഇപ്പം പറയുന്നത്. ഇത്തരം വളരെ പ്രാധാന്യമുള്ള അവസരങ്ങളിലെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാകേണ്ടതാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീ അമ്മമാരെ വലിയ രീതിയിൽ വേട്ടയാടുന്ന ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ നമ്മുടെ മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യസ്നേഹികളായ മുഴുവൻ ആളുകളും അവരോടൊപ്പം നിന്നപ്പോൾ ഇവിടെ അവരുടെ വോട്ട് നേടി വിജയിച്ച MPക്ക് ഒരക്ഷരം പോലും പറയാനുണ്ടായിരുന്നില്ല എന്നുള്ളത് തീർച്ചയായും നമ്മുടെ സഭാധ്യക്ഷന്മാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.